പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ബ്രസീലിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത്. നിലവിൽ റയൽ മാഡ്രിഡിന്റെ മുഖ്യ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ആയിരിക്കും ബ്രസീലിന്റെ പുതിയ പരിശീലകനായി സ്ഥാനമേൽക്കുക എന്നതായിരുന്നു ഫെബ്രീസിയോ റൊമാനോ ആരാധകരെ അറിയിച്ചത്. കൂടാതെ ജൂൺ മാസത്തോടുകൂടി തന്നെ ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റായി ബ്രസീൽ ടീം അറിയിക്കുമെന്നും നമ്മളെല്ലാം അറിഞ്ഞിരുന്നു. കൂടാതെ ഫിഫ വേൾഡ് കപ്പ്, അതായത് 2026 നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ അവസാനം വരെ, അതായത് ഫിഫ വേൾഡ് കപ്പ് അവസാനിക്കുന്നവരെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ബ്രസീൽ ഒരു കരാർ നൽകിയിരിക്കുന്നതെന്നും നമ്മളെല്ലാം അറിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഡീൽ നടക്കില്ല എന്നാണ് ഫെബ്രീസിയോ റൊമാനോ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ പറയുന്ന പ്രകാരം ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയും അതുപോലെ തന്നെ ബ്രസീലും തമ്മിലുള്ള ഡീൽ നടന്നേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാർലോ പടിയിറങ്ങുന്നതിന്റെ എക്സിറ്റ് ഫീസ് അടയ്ക്കാൻ ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ മാനേജ്മെന്റ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി ബ്രസീലിന് കൂടുതൽ സമയം കാത്തിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡീലിൽ നിന്നും ബ്രസീൽ പിന്മാറിയേക്കും, അല്ലെങ്കിൽ ആഞ്ചലോട്ടിയെ വേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ ബ്രസീൽ എടുത്തേക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ നൽകുന്നത്. ആ ഡീൽ നടന്നേക്കില്ല എന്നാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തത്. വീണ്ടും നിരാശകരമായ വാർത്ത തന്നെയാണ് ബ്രസീലിന്റെ ആരാധകരെ തേടി എത്തുന്നത്. ഇനി ആഞ്ചലോട്ടിയെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ, അതോ ഇനി മറ്റേതെങ്കിലും പരിശീലകന്മാരെ നോട്ടമിടുമോ ബ്രസീൽ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്നാൽ ഇപ്പോൾ ആഞ്ചലോട്ടിയെ സ്വന്തമാക്കുന്നതിൽ നിന്നും ഇപ്പോൾ ചെറുതായിട്ട് പിന്മാറിയിട്ടുണ്ട് ബ്രസീൽ എന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും റയൽ മാഡ്രിഡിന്റെ മാനേജ്മെന്റ് കാരണമാണ് ഇപ്പോൾ ബ്രസീൽ ഇങ്ങനെ പിൻവലിയാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ബ്രസീലിന്റെ പരിശീലകനാരാണെന്ന് ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.